പാർത്ത, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പല ആളുകൾ ഇപ്പോഴും ലൈംഗിക തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്നാലും പൊതുസമൂഹം ഇവരെ ഒന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ലൈംഗിക തൊഴിൽ ഒരു വ്യക്തിക്ക് ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിയമപരമായിട്ട് അതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല. എങ്കിലും ഇവരുടെ തൊഴിലിടത്തിലൊക്കെ അല്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ഈ സമൂഹത്തിനെതിരെ വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ബെൽജിയത്ത് കുറേ വർഷങ്ങളായിട്ട് ഈ ലൈംഗിക തൊഴിൽ നിയമപരമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പുതിയൊരു നിയമനിർമ്മാണം തന്നെ നടത്തിയിരിക്കുന്നത്, നിയമം തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇവർക്ക് സംരക്ഷണം നൽകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു നിയമമാണ്. എന്താണ് ആ നിയമത്തിൽ പറയുന്നത്, എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ ലൈംഗിക തൊഴിൽ എന്തോ മോശമാണ് എന്നുള്ള തരത്തിലാണ് പല ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത്. പക്ഷേ അതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ എന്താണ് പറയുന്നത്? ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ലൈംഗികത എന്നുള്ളത് മനുഷ്യൻ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ്. അതായത് ഈ പറയുന്ന യോഗിമാരുടെ കാര്യം അല്ലെങ്കിൽ സന്യാസിമാരുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ ഭക്ഷണം അടക്കം ഒഴിവാക്കി നിൽക്കാൻ പറ്റും. പക്ഷേ സാധാരണ മനുഷ്യന്മാർക്ക് ഭക്ഷണവും വെള്ളവും പോലെ തന്നെ ഉള്ള ഒന്നാണ് ലൈംഗികത എന്നാണ് എല്ലാ പഠനങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നത്. അത് ഫിസിയോളജിക്കലായിട്ട് തന്നെ പഠിക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലോകത്ത് നടക്കുന്ന പല കൂട്ടബലാത്സംഗങ്ങളും തടയുന്നതിൽ ഈ പറയുന്ന ലൈംഗിക തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കണം എന്നുള്ളിടത്ത് ഒരാൾക്ക് ഒരു പങ്കാളിയെ കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് എളുപ്പത്തിൽ പോയി തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലൈംഗിക തൊഴിലാളി എന്ന് പറയുന്നത്. ഈ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ലൈംഗിക തൊഴിലാളികളുണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. പല തരത്തിലാണ് എന്നുള്ളതാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ലൈംഗിക തൊഴിലാളികൾക്ക് അവരെ ഒരു ശ്രദ്ധാപൂർവം പരിഗണിച്ചിരുന്നില്ല. 90-കൾക്ക് ശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജനങ്ങളുടെ അവകാശം, സ്വന്തം ഏത് തൊഴിൽ ചെയ്യണമെന്നത് തൻ്റെ അവകാശമാണ് എന്നുള്ള നിലയിൽ കൂടുതലായിട്ട് അവർക്ക് ആ സ്വാതന്ത്ര്യം നൽകപ്പെടുകയും അവർക്ക് കൂടുതൽ പ്രാധാന്യം ഈ രാജ്യങ്ങളൊക്കെ നൽകി തുടങ്ങുകയും ചെയ്തത്. അതിനുശേഷം അത്തരം രാജ്യങ്ങളിൽ ലൈംഗിക തൊഴിലുകൾ ചെയ്യുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സെക്ഷൽ ടൂറിസം തന്നെ, ലൈംഗിക ടൂറിസം ഉള്ള ഒരുപാട് രാജ്യങ്ങൾ, തായ്ലൻഡിനെ പോലത്തുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. പിന്നെ അത് പബ്ലിക് അല്ലാതെ തന്നെ നടത്തുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ ഒരുപാട് വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ബെൽജിയത്തിൽ എന്താ സംഭവം? ബെൽജിയത്തിൽ 2022 തന്നെ ലൈംഗിക തൊഴിൽ ചെയ്യുന്നത് നിയമപരമായിട്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട്. നിയമപരമായി അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു നിയമത്തിൻ്റെ സംരക്ഷണത്തോടുകൂടി അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ആ നിയമത്തിൽ പറയുന്നത്. പക്ഷെ അത് ബെൽജിയത്തിലെ ഗവൺമെൻറ് അത് നടപ്പിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ബെൽജിയത്തിലെ ഗവൺമെൻറ് അതിനെതിരായിക്കൊണ്ട് ഗവൺമെൻറ്റിന് നേരെ ചില പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിരുന്നു. അവിടെ ലൈംഗിക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ ധർണ നടന്നു. അതുപോലെ തന്നെ അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെ ഈ കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കുകയും ലൈംഗിക തൊഴിലാളികൾക്ക് മാന്യമായിട്ടുള്ള ഇൻഷുറൻസ്, പെൻഷൻ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നൽകണം എന്നുള്ള കാര്യത്തിൽ ആ കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബെൽജിയത്തിലെ ഗവൺമെൻറ്റിന് നിവേദനം കൊടുക്കുകയും ആ നിവേദനം ഗവൺമെൻറ് അത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം ഏതൊരു ഗവൺമെൻറ്റും പെൻഷൻ തുക ആർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരതിന് ആദ്യം നിൽക്കാറില്ല. അത് ഇവരതിനെതിരായിട്ടൊന്നുമല്ല, സാമ്പത്തിക ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും വലിയ കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള നടപടികളൊക്കെ നീങ്ങുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ബെൽജിയം ഔദ്യോഗികമായിട്ട് എന്ത് തീരുമാനിച്ചിരിക്കുന്നു? ഈ പറയുന്ന ആളുകൾക്ക്, ലൈംഗിക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് കൊടുക്കാം, അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ കൊടുക്കാം, അതുപോലെ തന്നെ പെൻഷൻ അനുവദിക്കാം, അതുപോലെ ഇവർക്ക് നിയമപ്രകാരം കിട്ടാവുന്ന മറ്റ് തൊഴിലാളികൾക്ക് കിട്ടുന്ന എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ അതുപോലെ തന്നെ ഇവർക്കും അനുവദിക്കാമെന്നുള്ളത് അവർ നിയമം പാസ്സാക്കി ഇറക്കിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയതിലൂടെ ഏതൊരു തൊഴിൽ പോലെയും മാന്യമായ ഒരു തൊഴിലാണ് ഇത് എന്നുള്ളത് ഗവൺമെൻറ് അവിടെ ആ ഉത്തരവിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇനി മാന്യത എന്ന് പറയുന്ന ഒരു സാധനം സ്ത്രീയുടെ കാലിൻ്റെ ഇടയിലാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പണ്ട്. അത് ഇവിടെയും ചോദിക്കേണ്ടി വരും. കാരണം മാന്യതയും സെക്സിനെയും ചേർത്ത് വെക്കും പല ആളുകളും. മാന്യതയും സെക്സും തമ്മിൽ എന്താ ബന്ധം? മാനം മര്യാദയ്ക്ക് ജീവിക്കണം എന്നൊക്കെ പറയും. അപ്പം മാനം മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അർത്ഥമാക്കുന്നത് ഈ
മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കാൻ പോകാതെ മറ്റുള്ളവൻ്റെ തലയിൽ കയറി ഇടപെടാതെ തൻ്റെ ഈ രാജ്യത്തെ ഭരണഘടന പറയുന്നത് പോലെ അന്തസ്സോടെയും അഭിമാനത്തോടുകൂടിയും ജീവിക്കുക. രാജ്യത്ത് ഭരണഘടന പറയുന്നുണ്ട് എന്താണ് അന്തസ്സും അഭിമാനവും എന്നുള്ളത്. അതിനനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ തൻ്റെ ശരീരം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അവരവർ തന്നെയാണ്. അപ്പം ലൈംഗിക തൊഴിൽ എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല എന്നതാണ് ബെൽജിയം ആരോട് പറയുന്നത്, ലോകത്തോട് വിളിച്ചു പറയുന്നത്. പക്ഷേ നമുക്ക് ഇന്ത്യയിലെ സാഹചര്യം കൂടി ഒന്ന് പരിശോധിച്ച് പോകാൻ ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്ത്യയിൽ നിലവിൽ എന്താ അവസ്ഥ? ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ലൈംഗിക തൊഴിലൊക്കെ നിയമപ്രകാരം, അതായത് നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. നിയമപ്രകാരം അംഗീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നിയമത്തിന് വിരുദ്ധമല്ല. അത് വന്നത് തന്നെ നമ്മളൊരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യ സംഹിതയുടെ ഫലത്തിൽ നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നല്ല നല്ല പോയിന്റുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയെടുത്ത ഒരു ഭരണഘടനയുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക തൊഴിൽ ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമല്ല എന്നുള്ളത് സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പല ഹൈക്കോടതി വിധികളുമുണ്ട്. അതിനൊക്കെ ആര് വേണ്ടി വന്നു? ഈ നമ്മുടെ നീതിപീഠങ്ങൾ വേണ്ടി വന്നു. നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച സർക്കാരുകൾ ഇതിനനുകൂലമായി നിന്നിരുന്നില്ല. കാരണം അവർക്ക് എപ്പോഴും സദാചാരവും ഈ പറയുന്ന കുറേ കാര്യങ്ങളിലായിരുന്നു അവരുടെയൊക്കെ ഇത് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് 50% പ്രാതിനിധ്യം വരാത്തൊരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ, പല സംസ്ഥാനങ്ങളും എന്നുള്ളത് പറയണം. നമ്മുടെ പുരോഗമനത്തിൻ്റെ പല പേര് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുവരെ വനിതാ മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അവർ പോലും അവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പോലും പൊളിറ്റിക്കലി 50% ഈ പറയുന്ന സംവരണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തീരുമാനിക്കാമല്ലോ, ഇതുപോലെ ഇനി മുതൽ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ 50% സംവരണം ഉണ്ടാകും എന്ന് ഒരു പാർട്ടിക്ക് തീരുമാനിക്കാമല്ലോ. അങ്ങനെ ഏതെങ്കിലും തീരുമാനിച്ചൊരു പാർട്ടി ഉണ്ടോ? ഇതൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്ന ഒരു തീർച്ചയായിട്ടും ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത്. അല്ല, ഈ ജാതിപരമായിട്ട് ദേവദാസി സമ്പ്രദായത്തെയൊക്കെ ഇപ്പം ജാതിപരമായി പറയുന്നതൊക്കെ പല സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ പല ആളുകളാണ് ഈ തൊഴിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ ഒരു വിഭാഗമാക്കി അങ്ങ് മാറ്റുകയാണ്. ഇപ്പം പണ്ടത്തെ യഥാർത്ഥത്തിൽ ഈ വർണ്ണ വ്യവസ്ഥയുണ്ടല്ലോ, ആ വർണ്ണ വ്യവസ്ഥയെ ഇപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഈ വർണ്ണ സ്വഭാവം, തൊഴിൽ, അത്തരം രീതികളിലുള്ള ഒരു കാര്യമായിരുന്നു. അതിനെ ഒരു ജാതിയായി. അപ്പം ഞാനിപ്പോൾ ഒരു ഒരു ക്ഷത്രിയനാണ്, ഉദാഹരണത്തിന് ഒരു യുദ്ധം ചെയ്യാൻ പോകുന്ന ആളാണ്, ഭടനാണ്, ക്ഷത്രിയനാണ്, സേനയിലെ അംഗമാണ്. അപ്പം ഞാനാണ് ക്ഷത്രിയനാണ്. അങ്ങനെയുള്ള എനിക്ക് ജനിക്കുന്ന മകൻ അവനും ക്ഷത്രിയനാണ് എന്നുള്ള ധാരണ കൊണ്ടുവരികയും ഞങ്ങളൊക്കെ ക്ഷത്രിയന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ജനിക്കുന്നത് തന്നെ ശൂദ്രനായിട്ടാണെന്നും അവിടെ നിന്ന് നമ്മൾ ഉയർന്നു വരേണ്ടത് നമ്മുടെ കർമ്മമണ്ഡലത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. അതാണ് വർണ്ണവ്യവസ്ഥ. അല്ലാതെ ഈ പറയുന്ന ജാതിയായിട്ട് യാതൊരു കണക്ഷനുമില്ല. പക്ഷേ ഇവിടെ എന്താ ഈ പറയുന്ന പോലെ ദേവദാസി സമ്പ്രദായത്തെ പല മനുഷ്യൻ്റെ ഇടപെടലിലൂടെ ജാതി വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ ദേവദാസി സമ്പ്രദായം അന്നും ഉണ്ടായിരുന്നു, ഈ ലൈംഗിക ദാരിദ്ര്യം അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പുരാണങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന മഹർഷിമാരുൾപ്പെടെ, അതായത് മഹർഷിമാരെന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ബ്രഹ്മചര്യം പാലിക്കേണ്ട ആളുകളെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. പല ആളുകളുടെയും ജനനം എടുത്ത് പരിശോധിച്ചാൽ പല തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് ഇപ്പോഴും പരിരക്ഷയോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നില്ല. പക്ഷേ അധികം വൈകാതെ ഈ ജനാധിപത്യ രാജ്യത്തും കോടതികളുടെ ഇടപെടൽ മൂലം അത് സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് ലൈംഗികത ചെയ്യണമെങ്കിൽ ഏതൊരു തൊഴിൽ പോലെയും മാന്യത കൽപ്പിക്കേണ്ടതാണ്. തീർച്ചയായും അത് സത്യം തന്നെയാണ്. കാരണം ഒരു പുരുഷന് അവൻ്റെ അതായത് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൻ പണ്ട് കാലത്ത് ഈ കൃത്യമായി ഇതിൻ്റെ പഠനങ്ങൾ പറയുന്നത് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു കന്യകാത്വം എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് ഒരാണിന് മാത്രം അവളെ കിട്ടണം, വേറൊരാൾക്കും അവളെ കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ജാതിയിൽ മുതിർന്ന ആൾ ആദ്യം അവളുടെ ശരീരത്തിൽ കൈവെക്കണം. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു ഈ പറയുന്ന കന്യകാത്വം എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി കൃത്യമായ പഠനങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്തായാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മാറ്റങ്ങളുടെ ഒരു അലയൊലി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് സ്വാഗതാർഹമാണ്.